ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. 76-ാം പഴശ്ശി രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി പ്രകടനവും പൊതുയോഗവും നടന്നു. ഉരുവച്ചാലിൽ നടന്ന അനുസ്മരണ പൊതുയോഗം CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിൽ RSS എന്ന് പറയുന്ന ശക്തി, ഫാസിസ്റ്റ് സ്വഭാവമുള്ള ശക്തി കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് ഒട്ടേറെ ആക്രമണങ്ങൾ നടത്തി. ഞാനതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല. കേരളത്തിലെ വിവിധ ജില്ലകളിലായി 215 സഖാക്കളെയാണ് RSSകാർ കശാപ്പിച്ചത്. എന്തുകൊണ്ടാണ് ഈ കൊലപാതക രാഷ്ട്രീയം RSS നടത്തുന്നത്? അവർക്ക് അഖിലേന്ത്യാ തലത്തിലൊരു പദ്ധതിയും ഈ രാജ്യത്തിലെ 3 ആഭ്യന്തര ശത്രുക്കൾ ഉള്ളതായിട്ടാണ് RSSകാർ കണക്കാക്കുന്നത്. അവരുടെ താത്വിക ആചാര്യം തന്നെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. 3 ആഭ്യന്തര ശക്തികൾ, ഒന്ന് മുസ്ലിങ്ങളാണ്, മറ്റൊന്ന് ക്രിസ്ത്യാനികളാണ്, മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ RSSും CPM തമ്മിലുള്ള സംഘർഷത്തിന്റെ പിന്നിലുള്ള യഥാർത്ഥത്തിലുള്ള കാര്യം എന്താണ്? അത് ഏതെങ്കിലും ഒരു സംഭവത്തെ പിടിച്ചുകൊണ്ട് ഇന്ത്യൻ പീനൽ കോഡിലെ നിയമപ്രകാരം, വകുപ്പ് പ്രകാരം ഇന്ന രൂപത്തിൽ ശിക്ഷാർഹമായിട്ടുള്ള കുറ്റം എന്ന നിലയ്ക്ക് മാത്രമല്ല പരിഗണിക്കേണ്ടത്. പഴശ്ശിയിൽ നിന്നും ഉരുവച്ചാൽ ടൗൺ കേന്ദ്രീകരിച്ച് പ്രകടനം നടന്നു. അനശ്വരന്മാർ ധീരന്മാർ, അനശ്വരന്മാർ ധീരന്മാർ, ആമി മണ്ണിൽ ശാശ്വതമാക്കും, ശാശ്വതമാക്കും പോരാടും. നിങ്ങളെ സ്മരണയ്ക്ക് അഭിവാദ്യം. ഏരിയ കമ്മിറ്റി അംഗം P. സുരേഷ് ബാബു അധ്യക്ഷനായി. കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. പുരുഷോത്തമൻ, CPI ജില്ലാ സെക്രട്ടറി CP. സന്തോഷ് കുമാർ, VK. സുരേഷ് ബാബു, KT. ചന്ദ്രൻ, K. ഭാസ്കരൻ, M. രാജൻ, VK. സുഗതൻ, AK. സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. രാവിലെ പഴശ്ശി രക്തസാക്ഷി മന്ദിരത്തിൽ മുതിർന്ന പാർട്ടി നേതാവ് KT. ചന്ദ്രൻ പതാക ഉയർത്തി. പുഷ്പാർച്ചന നടന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. പുരുഷോത്തമൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. P. സുരേഷ് ബാബു അധ്യക്ഷനായി. C. വിജയൻ, AK. സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.